ഹായ്, അതെ, നമുക്കിന്ന് വളരെ പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് 5 മിനിറ്റിലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. പഴം വറുത്തത്. അതിന് വേണ്ടി 2 പഴം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ബൗൾ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇത് തുല്യമായ അളവിലാണ് എടുക്കുന്നത് നമ്മൾ കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഇത് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ പഴത്തിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നന്നായി അബ്സോർബ് ചെയ്തിട്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്ത് വന്നോളും. അത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇത് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിലിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാകുന്ന സമയത്ത് ഈ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലിട്ടിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളല്ലേ? കാരണം ചായ വെച്ചിട്ട് ഇപ്പുറത്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചായ തിളയ്ക്കുന്ന സമയം തന്നെ വേണ്ടു കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മളുടെ പാനിൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ കോട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്കിട്ട് വറുത്ത് വരാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ക്രിസ്പി സൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കോരിയെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് നല്ല ചൂടിലേക്ക് ഇട്ട് അല്ലെങ്കിൽ കറുത്ത് പോകും, കളറ് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് അത് അവിടെ കിടന്ന് നന്നായി ഒന്ന് ക്രിസ്പിനെസ് തോന്നുമ്പോൾ നമ്മളത് കോരിയെടുക്കണം. നമ്മളിതിൽ കളർ പൊടി ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ എന്ത് നല്ല കളറാണെന്ന് നോക്കിയേ. പഴം വറുത്തത് നല്ല പഴുത്ത പഴമായിരുന്നു. അപ്പം നല്ല കളറും നല്ല ക്രിസ്പി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയത് കഴിക്കുമ്പോഴേ നല്ല ഈ ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് തോന്നിയത്. ചൂടാറിയപ്പോൾ അങ്ങോട്ട് അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടും ഒപ്പം തന്നെ ഉള്ളിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പഴം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഫാമിലി ചെറിയ രീതിയിൽ വളർന്നു വരുന്നതിന് നിങ്ങളിൽ ഓരോരുത്തരുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഇനി ആ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.